ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഇന്ന് അയില കിട്ടി. നല്ല അയില, നല്ല പച്ച അയിലയാണ്. ഹാർബറിൽ പോയി വാങ്ങിച്ചതല്ല, നമ്മൾ മീൻകാരോട് വാങ്ങിച്ചതാണ്. ഇത് നല്ല നല്ല പച്ച അയിലയാണ്. അപ്പോൾ അത് വറക്കാനായിട്ട് വെട്ടി വരിഞ്ഞെല്ലാം വെച്ചിരിക്കുക. പക്ഷെ അത് വറക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചല്ല, നമ്മൾ ആവിയിൽ വറുത്തിട്ട് മൂപ്പിച്ചെടുക്കുക. ഇലയിൽ തന്നെ വെച്ച് മൂപ്പിച്ചെടുക്കുന്ന ഒരു വീഡിയോ. അതിനകത്ത് എന്തൊക്കെ ചേർക്കുന്നുണ്ട്? ഞാൻ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചേർക്കാറില്ല. അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്ന വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നാടൻ രീതിയിൽ അതിൽ നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. മസാലയൊക്കെ ചേർക്കാം. അപ്പം അതിൻ്റെയൊക്കെ മസാലയൊന്ന് നമുക്ക് എടുത്തിട്ട് വരാം. അയില കണ്ടോ, ഇത് വെട്ടി ഇപ്പം വൃത്തിയാക്കിക്കൊണ്ട് വന്നതാണ്. ഇനി നമുക്ക് അതിനകത്തോട്ട് മസാല പുരട്ടണം. അപ്പോൾ ആ മസാല എന്തൊക്കെയാണെന്ന് നമുക്ക് എടുത്തു നോക്കാം. എന്തൊക്കെയാണ് അതിനകത്ത് ചേർക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാധാരണ നോർമൽ മസാലയാണ്, അതൊരുപാട് വേറെ നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നും സോസ് അങ്ങനെയുള്ള മസാലയൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ സാധാ രീതിയിൽ എല്ലാവരുടെ സാധാരണ ഒരു വീട്ടിൽ നമ്മൾ പണ്ടൊക്കെ മീൻ വറക്കത്തില്ലേ, ആ രീതിയിലുള്ള മസാലകൾ ചേർത്താണ് നമ്മൾ ഈ അയില ആവിയിൽ കയറ്റി വറുത്തെടുക്കുന്നത് കേട്ടോ. മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത്, ഇതാ ഇഞ്ചിയാണ്, ഒരു അര കഷ്ണം, ഒന്നരയൊന്നുമില്ല, ഒരു അര കഷ്ണം ഇഞ്ചിയൊക്കെ ഒരുപാട് അങ്ങ് ഇതായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചുവയ്ക്കും. അതുകൊണ്ട് ഒരു ശകലം ഇഞ്ചിയും വട്ടത്തിലരിഞ്ഞത്. പിന്നെ അതേണ്ടേ പെരിഞ്ജീരകമായത്, പെരിഞ്ജീരകം നമുക്ക് ഇടാം അതിനകത്ത്. ഇതേണ്ടേ പെരിഞ്ജീരകം, പൊടിക്കാത്ത പെരിഞ്ജീരകമാണ്. ഞാൻ പെരിഞ്ജീരകമാണ് കൂടുതൽ ചേർക്കുന്നത്, പെരിഞ്ജീരകം. പിന്നെ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും ചേർക്കും. അപ്പോൾ നമുക്ക് മുളക് പൊടി, ഉപ്പും കുരുമുളക് പൊടിയൊക്കെ എടുത്തിട്ട് വരാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി പാത്രം കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇടാവേ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ കുരുമുളകും ഇരിപ്പുണ്ട്. ഇതെല്ലാം ഞാൻ ക്യാമറമാനൊന്നും ഇല്ല, ക്യാമറമാന്മാരെല്ലാം ട്യൂഷന് പോയി. അത് കാരണം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. വേണ്ടേ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി എന്ത് കാര്യത്തിനും നമ്മൾ ഇടുന്നത് നല്ലതാണ്. മീൻ വറക്കുന്നതിനും മീൻ വേവിക്കുന്നതിനുമൊക്കെ ശകലം, മീൻ വേവിക്കുന്നതിനൊക്കെ കുറച്ചേ ഇടാവുള്ളൂ. ഞാൻ അതിച്ചിരി കുരുമുളക് പൊടി 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കാരണം കുരുമുളകിൻ്റെ ഒരു ഗന്ധം നല്ലതല്ലേ, ടേസ്റ്റും നല്ലതാണ്. അപ്പം ഇത് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഇതേണ്ടേ ഇച്ചിരി ഉപ്പ് ആവശ്യത്തിലേറെ നമ്മൾ പുരട്ടി വരണ്ടേ. അപ്പോൾ ഒത്തിരി ഉപ്പ് വേണ്ട, ഞാനൊരു നുള്ളുപ്പിട്ട് കേട്ടോ. ഇനി അതിനകത്തോട്ട് നമുക്ക് 1 സ്പൂണ് മുളക് പൊടി ഇടാം. 1 സ്പൂണ് മുളക് പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലിയാണ്, അപ്പം നല്ല കളറായിരിക്കും. 1 സ്പൂണ് ഞാൻ മുഴുവൻ ഇടുന്നില്ല, അല്ലെ 1 സ്പൂൺ അങ്ങ് ഇടാം. അപ്പം കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ അരച്ച് നമുക്ക് വരാം. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകതയുണ്ട്, പിന്നെ കരിയാപ്പിലയുണ്ട്, അത് ഇപ്പോഴത്തേക്കല്ല. ഇതിനകത്ത് ഈ നമ്മൾ മിക്സിയിലൊക്കെ അരച്ചെടുക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു ശകലം വെളിച്ചെണ്ണ ഈ അരയ്ക്കുന്നതിനകത്ത്, എല്ലാവരും വെള്ളം ചേർത്ത് അരയ്ക്കുന്നത്, പക്ഷെ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇതിലൊക്കെ പിടിക്കും. അപ്പോൾ നമുക്ക് അതുകൂടെ ചേർത്ത് അരച്ചിട്ട് നമ്മളൊരു വാഴയില വെട്ടിയെടുത്തുകൊണ്ട് വന്നതേണ്ട വാട്ടിയെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് ഈ വാഴയിലയിൽ മീൻ പുരട്ടി പൊതിഞ്ഞ് നമ്മൾ വെക്കുന്നത് ഈ ഇഡ്ഡലിക്കൂട്ടത്തിനാണ്. ഇഡ്ഡലിക്കൂട്ടത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇത് ആവിയിൽ ഇതാക്കിയെടുക്കുന്നത്. അപ്പം നമുക്കിതെല്ലാം ഒന്ന് പുരട്ടി ആവി വയ്ക്കുന്ന രീതിയിൽ വരാം. ഇഡ്ഡലിക്കൂട്ടത്തിൻ്റെ തട്ട്, നമ്മുടെ അകത്ത് ഇഡ്ഡലി ഉണ്ടാക്കുന്നതൊക്കെ ആ തട്ട് പാത്രം ഉണ്ടല്ലോ, ആ പാത്രം എടുത്ത് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അത് നിവർത്തി വയ്ക്കും. നമ്മൾ കമത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലുള്ള ഒരു അലൂമിനിയം പാത്രം, നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്ത് ഇരിക്കത്തക്ക വിധത്തിൽ ഒരു അലൂമിനിയം പാത്രം വെക്കണം. വെച്ചിട്ട് നമുക്ക് അടുപ്പയിലോട്ട് വെച്ചിട്ട് തീ കത്തിക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് മസാല പുരട്ടി എടുത്തിട്ട് വരാം മീൻ. വേണ്ടേ നമ്മൾ ഓരോ അയില എടുത്ത് മസാല പുരട്ടുവാണേ. മസാല നമ്മൾ അരച്ച് വെച്ചതിനകത്ത് വേണ്ടാത്ത ഇതൊന്നുമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ മീൻ വറുത്ത് കിട്ടുന്നുണ്ട് ആ രീതിയിലൊന്നുമല്ല. നമ്മൾ സാധാരണ മസാല, പെരിഞ്ജീരകവും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും
കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഒക്കെയുള്ള സാധാരണ മസാല. ഇവിടെ അപ്പോൾ അയില വെട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അയിലയുടെ തല ഇങ്ങനെ വെട്ടിയെടുക്കണം. ഇതേമാതിരി അയിലയുടെ തല വെട്ടിയെടുക്കാൻ നോക്കണം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ അത് മസാല പുരട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് 6 ഉണ്ട്. 6 നമുക്കിങ്ങനെ മസാല പുരട്ടി എടുത്തു വരാം. അകത്തോട്ടൊക്കെ നല്ലോണം മസാല വെക്കണം, കാരണം ആവിയിൽ വേകുന്നതല്ലേ. അപ്പം അത് നല്ലോണം മസാല ഇതിനകത്ത്, അതിന് നമ്മളൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു പച്ച വാഴയില വെട്ടി, വാട്ടാതെ വെട്ടിയിട്ട് ഇങ്ങനെ പുരട്ടിയെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ വായ്ക്കകത്തൊക്കെ നല്ലോണം, ആ തലയുടെ ഭാഗത്തൊക്കെ നല്ലോണം മസാല വയ്ക്കണം, എന്നെങ്കിൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. എന്നിട്ട് ഇതാണ് നമ്മൾ പുരട്ടി മാറ്റി വയ്ക്കുക. നമുക്ക് ഇതെല്ലാം ഒന്ന് മസാല പുരട്ടി വരാം കേട്ടോ. ഇതേണ്ട നമ്മൾ അത് മുഴുവൻ മസാല പുരട്ടി വെച്ച് അതിന് നമുക്ക് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 2-3 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. വെച്ചിട്ട് നമുക്ക് അത് ഇഡ്ഡലി പാത്രത്തിൽ വയ്ക്കാം. ഇനി ഇത് നമ്മൾ വേറൊരു വാഴയിലയിലോട്ടാണ് നമ്മൾ പൊതിഞ്ഞ് അടുപ്പേ വയ്ക്കുന്നത്. ഞാൻ മുമ്പേ കാണിച്ചില്ലേ, വാട്ടിയ വാഴയിലക്കകത്താണ് വയ്ക്കുന്നത്. അപ്പം നമുക്ക് ആ വാഴയില 2 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വാഴയില വാട്ടിയതിനകത്തോട്ട് വെച്ച് പൊതിഞ്ഞ് കെട്ടാം. നമ്മൾ 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വാട്ടിയ ആ വാഴയിലക്കകത്തോട്ട് നമ്മളത് പെറുക്കി വെച്ച്, എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ വയ്ക്കാം. കറിവേപ്പിലയും കൂടെ വയ്ക്കുമ്പോൾ നന്നായിരിക്കും. ഇനി നമുക്കിത് പൊതിഞ്ഞ് വയ്ക്കാം. അത് പൊതിഞ്ഞ് നല്ല വൃത്തിയാക്കി, ഞാൻ വാഴൊന്നും കെട്ടിയിട്ടൊന്നുമില്ല, പൊതിഞ്ഞ് നല്ലോണം വെച്ച് അത് ആവി കയറ്റാനായിട്ട് ഇഡ്ഡലിക്കൂട്ടത്തിൻ്റെ തട്ടിൽ വെച്ച് ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് 5-10 മിനിറ്റ് ഒന്ന് ആവി കയറി വരട്ടെ. എന്നിട്ട് നമുക്കിത് മറിച്ചും വെക്കണം, 2 സൈഡും ആവി കയറണ്ടേ. അയിലയല്ലേ, അപ്പോൾ വലിയ വേവൊന്നും വേണ്ട, ഒത്തിരി നേരം വേവിക്കുകയൊന്നും വേണ്ട. ഇത് കട്ടിയുള്ള മീനൊന്നും അല്ലല്ലോ, നൈസ് മീനല്ലേ. അപ്പോൾ അത് നമുക്ക് ആവി ഇപ്പോൾ ഒരു സൈഡ് കയറി വരട്ടെ, എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ തിരിച്ച് വയ്ക്കാം. ഞാൻ ഇപ്പം കുറച്ച് വീഡിയോ ചെയ്തെല്ലാം നമ്മൾ വെളിയിലിട്ടാണ് ചെയ്യുന്നത്. ഇത് ചെറിയൊരു പാത്രത്തിലായത് കാരണം വെളിയിലിടാതെ ഗ്യാസിൽ തന്നെ വെച്ചെന്നുള്ളൂ. പക്ഷേ വെളിയിലിട്ട് വരാനുണ്ടോ, ആവി പറക്കുന്നുണ്ടോ, അത് ഒന്നായി വരുന്നതേ ഉള്ളൂ, അല്ല വാടുന്നതേ ഉള്ളേ. നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് തിരിച്ച് വയ്ക്കണം. ഈ മേൽ കാണുന്ന ഭാഗം നമ്മൾ മറച്ച് വെച്ചിട്ട് വേണം ഒന്നുകൂടെ ആവി വരും. ഇത് നമുക്കിത് വാഴയിലയിൽ തന്നെ വറുത്തെടുക്കണം, വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെ. നമ്മൾ ആ മസാല അരച്ചപ്പോൾ ഒരു ശകലം വെളിച്ചെണ്ണ, ആ മസാല ഒന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഇതിനകത്ത് വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ, അല്ലാതെ വെളിച്ചെണ്ണ. പിന്നെ ഇതുകൊണ്ട് പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഇപ്പം വെളിച്ചെണ്ണയൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്കിങ്ങനെ വാഴയിലയിൽ പെട്ടെന്ന് വറുത്തെടുക്കാം. അതിങ്ങനെ ആവി കയറ്റി ഇച്ചിരി മെനക്കിടണമെന്നേ ഉള്ളൂ, അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റേ നമ്മൾ പെട്ടെന്ന് മസാല അങ്ങോട്ട് പുരട്ടി വെച്ചിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിടുമല്ലേ. അതല്ല, ഇത് ഇച്ചിരി ഒരു ശകലം നേരം മെനക്കെട്ട ടേസ്റ്റ് വഴി നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ച് വേണ്ടേ. ആവിയിൽ അത് വെന്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ വെന്തിട്ടുണ്ടാവൂ. നമുക്കതൊന്ന് തിരിച്ച് വയ്ക്കാം. എനിക്ക് വീഡിയോ എടുത്തു തരാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരെല്ലാം ട്യൂഷന് പോയി, അത് കാരണം പിന്നെ ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. അത് കാരണം ഒന്ന് തിരിച്ചിടുന്നത് നമുക്കിങ്ങനെ കാണിക്കാൻ പറ്റില്ല. അത് തന്നെയല്ല, ആവിയിലിരിക്കുന്നത് നമുക്ക് ഒരു കൈ കൊണ്ട് തിരിച്ചിടാനും പറ്റത്തില്ല. ആ ഇല ഞാൻ കെട്ടി വെച്ചിട്ടില്ലാത്ത കാരണം തുറന്നു വരുമോ നമുക്കറിയത്തില്ല. അതുകൊണ്ട് വരും, അത് ഉറപ്പാണ്, അത് തുറന്നു തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാനത് മറച്ച് വെച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ പേടിച്ചത്രയും സംഭവം ഉണ്ടായില്ല, കാരണം വീഡിയോ കാണിച്ച് തന്നെ മറിച്ചിടായിരുന്നു. പക്ഷെ എനിക്ക് പേടിയുള്ളത് കാരണമാണ് ഞാൻ ദേഹത്തെങ്ങാനും ചൂടുവെള്ളം വീണാൽ തീർന്നില്ലേ, ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. വീണ്ടും നമ്മൾ അത് ഒരു ചട്ടുകം എടുത്തിട്ട് നമ്മൾ ആ ഇഡ്ഡലിക്കൂട്ടത്തിലൊന്ന് പിടിച്ചുകൊണ്ട് ഇതൊന്ന് തിരിച്ചിട്ടാൽ മതി. പക്ഷേ ഇത് ഈ ഇല ഇങ്ങനെ തുറന്നിരുന്നത് കൊണ്ട് ഇനിയും തെറിച്ച് ചാറാകാനകത്തൊന്നുമില്ല, വെള്ളം ചേർത്തല്ലല്ലോ നമ്മൾ അരയ്ക്കുന്നത്. പിന്നെ ആവിയിലിറങ്ങുന്ന വെള്ളം അതിനകത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വീണ്ടും ഇത് തിരിച്ച് വെച്ചിരിക്കുവാണേ. നമുക്കിപ്പോഴൊന്നും തുറക്കത്തില്ല. ഇത് നമ്മൾ വീണ്ടും ഇത് ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റും.
നമ്മൾ വീണ്ടും ആ മീൻ ഒന്നുകൂടെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യമേ വെച്ചതുകൂട്ട് തന്നെ ഒന്നുകൂടെ വെച്ചിട്ടുണ്ട്. അപ്പം അത് വെന്തിട്ടുണ്ട്. പക്ഷെ നമുക്കതിപ്പോൾ അങ്ങനെ തുറന്നെടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് താഴോട്ട് ഇറക്കി വെച്ചിട്ട് തുറന്ന് കാണിക്കാം. ഇനി നമ്മൾ വേറൊരു ചട്ടി വെച്ചിട്ട് അതിനകത്ത് വാഴയില ഇട്ടിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അപ്പം നമുക്കത് ഇറക്കി വെച്ച് നോക്കാം. നമ്മൾ ആ ആവിയിൽ വേവിച്ചത് നമ്മൾ താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതിന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് വേണ്ടേ, ഇത് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട്, ഇന്ത്യാലയത്തിൻ്റെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഇതുപോലൊരു വാഴയില, നമ്മളന്ന് ആദ്യമേ മീൻ പുരട്ടിയ വാഴയിലയിൽ അത് ഞാനൊന്ന് വാട്ടിയെടുത്തായിരുന്നേ. അതിനകത്തോട്ട് വെച്ചാണ് നമ്മളിത് വറക്കുന്നത്. അപ്പോൾ ഇത് സ്വല്പം ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഇവിടോട്ടേ മീനിടാവുള്ളൂ. ഇത് പൊതിയണ്ടേ നമുക്ക്, അതിന് വേണ്ടിയിട്ട് അത് വെച്ച് അതൊന്ന് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മീൻ ഇത് തുറന്നിട്ട് അതിനകത്തോട്ട് വെക്കാം കേട്ടോ. ഇതേണ്ട കണ്ടോ, ഞാൻ ആ വാഴയില തുറന്നേ. വേണ്ട ആ കരിയാപ്പില കാണുമ്പോഴേ അറിയാം നമുക്ക് ആ മീൻ വെന്തിട്ടുണ്ട്. നല്ലോണം വെന്ത് നല്ല വൃത്തിയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് തൊടുമ്പോൾ നമുക്ക് അതറിയാൻ പറ്റും. നല്ല മീൻ നല്ലോണം വെന്ത്. പക്ഷെ എന്താ മസാല അങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഇതിനിത് വാഴയിലയിൽ വെച്ച് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ മൂപ്പിച്ചെടുക്കാനായിട്ട് ഇടുന്നത് കാണാം. നമ്മൾ ആ ഇഡ്ഡലിക്കൂട്ടത്തിൽ നിന്ന് അയില എടുത്ത് ഈ ചീനിച്ചട്ടി വെച്ച് 3 എണ്ണം വീതം നമുക്ക് വെക്കാനാകത്തുള്ളൂ. 6 എണ്ണം ഉണ്ടായിരുന്നല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ചെറിയ ചീനിച്ചട്ടിയാണ്. നമ്മൾ ഇത് ചീനിച്ചട്ടിക്കകത്ത് വെച്ചിട്ട് ആ മറുഭാഗത്തെ ഇല കൊണ്ട് ഇതേണ്ട ഇങ്ങനെ അത് മടക്കി വെക്കണം. മടക്കി വെച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് പറയാം, നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് ഇതാക്കണം, ഒരു ശകലം പോലും ആവി വെളിയിലോട്ട് പോകാതെ. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതേണ്ടേ ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് മുരിഞ്ഞ് വരും. നമ്മൾ ചെറിയ തീയിൽ വേണം അത് മുരിച്ചെടുക്കാൻ. വെയിറ്റ് കൂടെ ചെല്ലുന്നത് കാരണം അത് ചിലപ്പോൾ അങ്ങ് പെട്ടെന്ന് ഇതാവും. അതുകൊണ്ട് പെയ്യെ മുരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മുരിച്ച് ഒന്ന് ഇതായി വരുമ്പോഴത്തേന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു മീനിൻ്റെ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്ക് അത് തിരിച്ചിട്ടത് കാണിക്കാം. അത് ചട്ട് ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് ഉള്ളത് കാരണം ക്യാമറ മൊബൈൽ പിടിക്കാനും ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡ് മാറ്റിയിട്ട് ഇവിടെ ഒരു വിടവ് കണ്ടോ, നമ്മൾ ആ പാത്രം വയ്ക്കുന്നതല്ലേ. അപ്പോൾ അവിടെ ഒരു ശകല ഇല അവിടെ ഇട്ട് മൂടണം. അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിൻ്റെ ചെവിടിൽ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, വൃത്തിയായിട്ടാണെങ്കിലും ആ പാത്രം ഇരിക്കുന്നതല്ലേ, നമുക്ക് ആ ഇല ഇച്ചിരി ഇട്ട് മൂടി വയ്ക്കാം. ഇവിടെ ഇല ഇരിപ്പുണ്ട്. പൊട്ടിയിരുന്ന ആ ഭാഗം നമ്മൾ ഇച്ചിരി ഇല വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇല വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് വേണമെങ്കിൽ പിന്നെയും വീണ്ടും നമ്മൾ ആ വെള്ളം എടുത്ത് അതിൻ്റെ പുറത്ത് വെക്കുകയാണ്. എന്നിട്ട് ചെറിയ തീ കൊടുത്താൽ മതി. ഞാൻ ചെറിയ തീയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അതിങ്ങനെ വെന്ത് വരട്ടെ. മണമൊക്കെ വരുന്നുണ്ട്, നല്ലതായിട്ട് മണം വരുന്നുണ്ട്. നമ്മൾ ആവിയിൽ വെച്ചത് 6 അയിലയില്ലായിരുന്നു, അതിൽ 3 എണ്ണം ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ. അത് ഇതിനകത്തൊക്കെ ആവിയിൽ വെന്തിറങ്ങിയ വെള്ളമുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ നോക്കിയേ, ഇതേ ഒരു വൃത്തിയൊന്നുമില്ല. അത് ഒരുപാട് അങ്ങ് ഇറങ്ങുവോ പോവുമോ ഒന്നും ചെയ്തിട്ടില്ലേ. നല്ല വൃത്തിയായിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കത് വൃത്തിയാക്കി എടുക്കാം. മറ്റേതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് അതിനകത്തിട്ട് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം പ്ലേറ്റിൽ വെച്ച് കേട്ടോ. വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മളതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചേക്കുവാണ്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന് മുന്നേ ഈ പാത്രത്തിലിരുന്ന മീനുണ്ടല്ലോ രണ്ടാമത്തത്, അത് ഞാൻ എടുത്ത് വീണ്ടും നമ്മൾ ആ ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഇലയെല്ലാം ഒന്ന് ഒതുക്കി വയ്ക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇലയെല്ലാം ഒതുക്കി വയ്ക്കണം. ആവി ഒന്നും കളയരുത്. ആവിയെല്ലാം ഒതുക്കി വെച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് ഈ ചരുവെടുത്ത് വീണ്ടും വയ്ക്കാം. അപ്പോൾ അതുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ. വേണ്ട ഇത് കണ്ടോ, നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത മീനാണ്. എന്നിട്ട് നമ്മൾ മീൻ പാത്രത്തിൽ വെച്ചത് ചീനിച്ചട്ടിയിൽ വെച്ചത് മുരിച്ചെടുത്ത് ഇതൊന്ന് കഴിക്കണം. എന്താ ടേസ്റ്റാണെന്നറിയോ, അതെ കണ്ടോ നല്ല വൃത്തിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. ഞാൻ കഴിച്ച് നോക്കി കേട്ടോ. അടുത്തതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ആ മീൻ അത് വറുത്ത് എടുത്തതിൽ പിന്നെ അപ്പം വാഴയിലയിലാണ് നമ്മളെല്ലാം ചെയ്തത്. വെളിച്ചെണ്ണയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല, വാഴയിലാണ് എടുത്തത്. അപ്പം മറ്റേത് വേണ്ട ഇവിടെ ഇരുന്ന് ആവിയിലാവുന്നുണ്ട്. ഞാനൊന്ന് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഒന്ന് അടച്ച് വെച്ചേക്കുവാണ് ചെറിയ തീയോടുകൂടി. അപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക.
ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ. നമുക്ക് കൊളസ്ട്രോളോ മറ്റോ അയില എപ്പോഴും ദോഷം തന്നെയാണ്. അയില നല്ലതല്ല. എന്നാലും ആ ദോഷമുള്ള അയിലേക്ക് നമ്മൾ കുറേ വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് വാഴയിലയിൽ ആവി കയറ്റി എടുക്കുക. അത് എന്തുകൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. മസാലയൊക്കെ നല്ല പച്ചയ്ക്ക് നല്ലതായിട്ട് നല്ലൊരു ഫ്ലേവറായിട്ട് നമുക്കിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തെങ്കിലും ഇപ്പോൾ കഴിക്കാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പിള്ളേരുണ്ട്. പിള്ളേർ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊടുക്കാവേ. അപ്പോൾ ഇത് ഞാനൊന്ന് അടച്ചു. അപ്പം ഇനിയും എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.